Next, question number 10. See, as shown, a bob A of a pendulum having massless string of radius r is released from 60 degree from the vertical. It hit another bob B of half of the mass that is at rest on a frictionless table at the center. Assuming the elastic collision, magnitude of the velocity of bob A after the collision will be. നോക്കൂ, ഇത് ഈ ബോബ് വന്നിട്ട് നേരെ ഇവിടെ കൊളൈഡ് ചെയ്യുമ്പോൾ ഈ ബി എന്ത് ചെയ്യും, മുന്നോട്ടേക്ക് തെറിച്ചു പോവും. ബി മാസം ഉള്ള m/2 മാസമുള്ള ബോബ് മുന്നോട്ടേക്ക് തെറിച്ചു പോവും. അതിനോടൊപ്പം തന്നെ എയും അതോടൊപ്പം തന്നെ മുന്നോട്ടേക്ക് പോകും. അങ്ങനെ കൊളീഷന് ശേഷവും എ എന്ത് ചെയ്യും, ബി മുന്നോട്ടേക്ക് പോകും, അതിനെ എ ഫോളോ ചെയ്യും. കൊളീഷന് ശേഷമുള്ള എയുടെ മാസാണ്, എയുടെ വെലോസിറ്റിയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ എ എന്ന് പറഞ്ഞ മാസ് താഴേക്ക് വരുമ്പോൾ, എയിലുള്ള മാസ് ഇങ്ങനെ താഴെ വന്ന് ഇവിടെ കൊളൈഡ് ചെയ്യുമ്പോൾ ആ കൊളീഷൻ നടക്കുന്ന സമയത്ത് എയുടെ വെലോസിറ്റി അസ്യൂം ചെയ്യുക യു ആണെന്ന്. അതിൻ്റെ വാല്യൂ ആദ്യം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇത് എത്ര ഉയരത്തിലാണെന്ന് നോക്കിയാൽ മതി. എത്ര ഉയരത്തിലാണ്? സി, ഇത് റേഡിയസ് അല്ലേ, ലെറ്റ് ഇറ്റ് ബി ആർ. ഓക്കെ, അപ്പം റേഡിയസിൽ നിന്നും നമ്മൾ ഈ ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്യുക. റേഡിയസ് ക്വസ്റ്റിൽ തന്നിട്ടില്ലല്ലോ, ജസ്റ്റ് ആർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതിൽ നിന്നും ഈ ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്യുക. ആ ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഈ ഹൈറ്റ് കിട്ടും, എച്ച് കിട്ടും. സോ എച്ച് ഈസ് ഈക്വൽ ടു ആർ മൈനസ് എക്സ് എന്ന് എഴുതാം. ദിസ് ഡിസ്റ്റൻസ് ഇസ് എക്സ്. അപ്പോൾ എക്സ് നമുക്ക് കണ്ടുപിടിക്കാം, ബിക്കോസ് ഇതും ആറാണ്. നോക്കൂ, ഇത് ബോബിൻ്റെ പെൻഡുലത്തിൻ്റെ ലെങ്ത് ആണ്, ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് ബോബിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് 6, ഇതും 6. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ നമുക്ക് സൈൻ ഓഫ് 60 കൊടുക്കുകയാണെങ്കിൽ, സൈൻ 60 അല്ല കോസ് 60 കൊടുക്കുകയാണെങ്കിൽ, കോസ് 60 ഈസ് ഈക്വൽ ടു അഡ്ജസൻ്റ് എക്സ് ആണ് ബൈ ഹൈപ്പോട്ടനസ് ആർ ആണ്. സോ ആർ ഇൻറ്റു കോസ് 60 ഈസ് ഈക്വൽ ടു എക്സ്. ആർ ഇൻറ്റു കോസ് 60 ഈസ് 1/2, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു r/2. അപ്പോൾ ബോബിൻ്റെ ഹൈറ്റ് എച്ച് ഇസ് ഈക്വൽ ടു ആർ മൈനസ് എക്സ് r/2 ആണ്. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു ആർ മൈനസ് r/2, ദാറ്റ് ഈസ് r/2 ഇറ്റ് സെൽഫ്. r/2 എച്ച് ഇസ് ഈക്വൽ ടു r/2. ഓക്കെ, അപ്പം എത്ര ഹൈറ്റ് എന്നാണ് അത് വരുന്നത്? എം ജി എച്ച് ഇസ് ഈക്വൽ ടു r/2. അത് താഴെ എത്തുമ്പോൾ ബി എന്ന് പറഞ്ഞ ബോബിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് അതിൻ്റെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഇത് നമ്മൾ റെഫറൻസ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുക, ഗ്രൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യുക. അവിടെ പൊട്ടൻഷ്യൽ എനർജി 0. അപ്പോൾ എം ജി എച്ച് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഹാഫ് എം യു സ്ക്വയർ. എമ്മും എമ്മും ക്യാൻസൽ ചെയ്തു, 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ആർ, ദാറ്റ് ഇസ് യു ഇസ് ഈക്വൽ ടു റൂട്ട് ജി ആർ. യു കിട്ടി, അവിടെ കട്ടെ. ഇനി നമുക്ക് അവിടെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ കുറച്ച് പരിപാടികളാണ് അപ്ലൈ ചെയ്യാനുള്ളത്. ഇത് ആ ബോബ് ബി എന്ന് പറഞ്ഞ ബോബിനെ ഹിറ്റ് ചെയ്യുന്ന ആ സർഫസ് ആണെന്ന് വിചാരിച്ചു. ഇവിടെ മാസ് m/2, ഇയാളുടെ മാസ് m, ഇയാളുടെ വെലോസിറ്റി u. ഓക്കെ, കൊളീഷൻ്റെ മുമ്പ് മൊമെൻറ്റം കൺസർവേഷൻ യൂസ് ചെയ്യുന്നു. കൊളീഷൻ്റെ മുമ്പ് m/2 മാസുള്ള ബി എന്ന് പറഞ്ഞ ബോബ് റെസ്റ്റിലാണ്. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റം 0 പ്ലസ് എയുടെ മൊമെൻറ്റം മാസ് ഇൻറ്റു അതിൻ്റെ വെലോസിറ്റി u, ദാറ്റ് ഈസ് ഈക്വൽ ടു. കൊളീഷന് ശേഷം എന്താ സംഭവിക്കുക? കൊളീഷന് ശേഷം ഇത് അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. യു റെസ്റ്റ്, ഐ മീൻ m/2 മാസുള്ള ആൾ റെസ്റ്റിലാണ്. m/2 മാസുള്ള ആൾ അടുത്തേക്ക് എ വരുന്നത് യു വെലോസിറ്റിയിലാണ്. കൊളീഷന് ശേഷം m/2 മാസുള്ള ആൾ മുന്നോട്ടേക്ക് തെറിച്ചു പോവും വിത്ത് എ വെലോസിറ്റി v1. ഇടിച്ച ആൾ, അതായത് m മാസുള്ള ഇടിച്ച എ എന്ന് പറഞ്ഞ ആ ബോബ് അതിനെ ഫോളോ ചെയ്തു പോകും വിത്ത് എ വെലോസിറ്റി v2. ഈ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആഫ്റ്റർ കൊളീഷൻ എയുടെ വെലോസിറ്റി. ഈ പുറകിൽ വന്ന ഇടിച്ച ആളാണ് എ. പുറകിൽ വന്ന ഇടിച്ച ആൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്ത ആൾ, അയാളുടെ ആഫ്റ്റർ കൊളീഷൻ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ v2 ഹാവ് ടു ഫൈൻഡ്. ഓക്കെ, അപ്പം ആഫ്റ്റർ കൊളീഷൻ m/2 മുമ്പോട്ടേക്ക് പോകും. m/2 ഇൻറ്റു v1 പ്ലസ് അതോടൊപ്പം തന്നെ m ഇൻറ്റു v2. അപ്പോൾ v2 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് എല്ലാത്തിനും മാസ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. സോ യു ഈസ് ഈക്വൽ ടു v1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് v2. ഒരു ഇക്വേഷനിലേക്ക് കിട്ടി. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ ഇതിലേക്ക് ഇനി കണക്ഷൻ വരണമെങ്കിൽ നമ്മൾ അടുത്ത കൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ കോൺസെപ്റ്റ് യൂസ് ചെയ്യണം. ഇത് ഇലാസ്റ്റിക് കൊളീഷനാണ്. ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇലാസ്റ്റിക് കൊളീഷൻ്റെ പ്രത്യേകത കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 1 ആയിരിക്കും. വാട്ട് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ? വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ
സെപ്പറേറ്റഡ് ആവുന്ന റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ V1 തെറിച്ചു പോകുമല്ലോ. അപ്പോൾ V1ൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും, V2ൻ്റെ വെലോസിറ്റി കുറവായിരിക്കും. V2 അതിനെ ഫോളോ ചെയ്യാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഇസ് V1 മൈനസ് V2. വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇനീഷ്യലി m/2 മാസുള്ള ആൾ B എന്ന് പറഞ്ഞ ബോബ് റെസ്റ്റിലാണ്. അതിലേക്ക് അടുക്കുന്ന വെലോസിറ്റി U ആണ്. A അതിനോട് അപ്രോച്ച് ചെയ്യുന്ന വെലോസിറ്റി U ആണ്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. അപ്പോൾ ഈ ടേം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ U ഈസ് ഈക്വൽ ടു V1 മൈനസ് V2. V ഈസ് ഈക്വൽ ടു U ഈസ് ഈക്വൽ ടു V1 മൈനസ് V2. അതെടുത്തിട്ട് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് V1 മൈനസ് V2 ഈസ് ഈക്വൽ ടു V1/2 പ്ലസ് V2 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഇനി റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ മൈനസ് V2 ഉണ്ട്. ഈ മൈനസ് V2ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ അത് പ്ലസ് ആവും. ഈ V1ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ അത് മൈനസും ആവുകയും ചെയ്യും. അപ്പോൾ V1 മൈനസ് V1/2 ഈസ് ഈക്വൽ ടു മൈനസ് V2 അപ്പുറം പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ ഇവിടെയുള്ള V2വും വരാൻ പോകുന്ന V2 കൂടെ ചേർത്ത് 2V2 ആവും. ശരിയല്ലേ? അപ്പോൾ V1ൽ നിന്നും V1/2 സബ്ട്രാക്ട് ചെയ്താൽ V1 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 2V2 എന്ന് കിട്ടും. ഈ 2ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ യു വിൽ ഗെറ്റ് V1 is equal to 4V2. V1 is equal to 4V2. ഇതെടുത്തിട്ട് എഗെയിൻ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ U ഈസ് ഈക്വൽ ടു V1/2 അല്ലേ? ആ V1ന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യാം? 4V2 യൂസ് ചെയ്യാം. അപ്പോൾ 4V2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് V2. ഇത് കട്ട് ചെയ്താൽ ഇവിടെ 2 വരും. അപ്പോൾ U ഈസ് ഈക്വൽ ടു 3V2. വാട്ട് നീഡ് ടു ഫൈൻഡ്? നമുക്ക് ആക്ച്വലി എന്താ കണ്ടുപിടിക്കേണ്ടത്? V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? അപ്പം U ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു V2. അപ്പോൾ V2 ഈസ് ഈക്വൽ ടു യുവിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂട്ട് GR. അപ്പോൾ 1/3 റൂട്ട് GR. So 1/3 root GR. That is option 1 is the right answer. Yeah, question number 10, option 1 is the right answer.